നമസ്തേ. ഇന്ന് വീണ്ടും പറയേണ്ടി വരുന്നത് വിദ്യാർത്ഥികളുടെ തന്നെ കാര്യമാണ്. 3 വിദ്യാർത്ഥികൾ അവർക്ക് നാട് വിട്ടു പോകണം. ഈ നാട് വിട്ടുപോയി അവർ താമസിച്ചത് ഒരു കൊടുങ്കാട്ടിൽ. അവിടെ ടെന്റ് കെട്ടി താമസിച്ചു. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരിയിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ ചുരമിറങ്ങി വന്ന് വയനാട്ടിലെ ആ, കാടുകൾ നിറഞ്ഞ ഭാഗത്തേക്ക് കയറി അവിടെ താമസിക്കുകയാണ്. ഇവരെ കണ്ടെത്തുന്നത് പോലും അതിസാഹസികമായിട്ടാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ഇനി ഇവർക്ക് പോകാൻ പണം വേണമല്ലോ. ഈ 3 പേരിൽ ഒരാളുടെ മൊബൈൽ ഫോൺ, അതായത് 18,000 രൂപയുടെ മൊബൈൽ ഫോൺ 10,000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവർ പോകുന്നത് ഫുൾ പാക്കേജുമായിട്ടാണ്. ടെന്റ്, അരി, കത്തി, പാത്രം, അങ്ങനെ അവർക്ക് താമസിക്കാൻ, അവർക്ക് വെച്ച് വേവിച്ച് കഴിക്കാൻ വേണ്ടുന്ന എല്ലാം എടുത്തിട്ടാണ് ഈ കുട്ടികൾ ഇവിടം വിടുന്നത്. 25-ാം തീയതി നടന്ന സംഭവമാണ്. എന്തായാലും കുട്ടികളെ കണ്ടുകിട്ടി. അവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നമ്മളോട് പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ എവിടേക്കൊക്കെയോ മനസ്സ് പാളിപ്പോകുന്നു എന്നുള്ളതല്ലേ. ഒരു പക്ഷെ എന്തായിരിക്കാം ഇവരെ നാട് വിട്ട് കാടിനുള്ളിൽ താമസിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഇതിനുള്ള ഒരു ഒരു സോഴ്സ് എന്തായിരിക്കാം ഇവർക്ക് ഇങ്ങനെ പോകാനായിട്ട്. പെൺകുട്ടി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നു. പാതി വഴിയിൽ അവൾ അവിടെ ബ്രേക്ക് ആവുന്നു. അവൾ കൂട്ടുകാരുമൊത്ത് ചേരുന്നു. എന്നാൽ കുട്ടിയെ ക്ലാസിന്റെ സമയം കാണാതിരുന്നതിന് ശേഷം, ക്ലാസ് തുടങ്ങി ഏറെ കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതിന് ശേഷം അധ്യാപകർക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ മേൽ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന പ്രതികരണം, അവൾ സ്കൂളിലേക്ക് പോന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഇവർ തമ്മിൽ വിവരം അറിയുന്നത്, കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല, പിന്നെ എവിടേക്ക് പോയി. ആകെ പെൺകുട്ടിയെ കാണാതായതോടുകൂടിയുള്ള ആശങ്ക, ഇത് എവിടേക്ക് പോയി, എന്തെങ്കിലും സംഭവിച്ചുവോ, ഇങ്ങനെയുള്ള ആശങ്കകളും കാര്യങ്ങളുമായിട്ട് പോകുന്നതിനിടയിലാണ് അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഇവരുടെ വസ്ത്രം കാണാൻ ഇടയായത്. അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവും ലഭിക്കുന്നത്. ഈ തെളിവിനെ തുടർന്നാണ് ഇവര് 3 പേരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു കാര്യം, ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. അവിടെ റബ്ബർ ടാപ്പിങ്ങിന് എത്തിയ ഒരു തൊഴിലാളി, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, ആ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി അവിടെ എത്തുമ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ 3 വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുന്നത് കാണുന്നു. ഇയാൾക്ക് എന്തുകൊണ്ടോ അത് ചിത്രം എടുക്കാൻ തോന്നുന്നു. ഇയാൾ ചിത്രം എടുക്കുന്നു. ഈ ചിത്രമാണ് പിന്നീട് ഈ ഒരു കേസ് തെളിയിക്കാൻ സാധിച്ച ഒരു തുമ്പായി മാറുന്നത്, ഒരു വഴിത്തിരിവായി മാറുന്നത് ഈ കുട്ടികളെ കണ്ടെത്താനായിട്ട്. ഈ ഫോട്ടോ ഈ അന്വേഷണങ്ങൾക്കിടയിൽ ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളേക്ക് ഈ അന്വേഷണത്തിന്റെ കാര്യം എത്തുകയും ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി കുട്ടികളുടെ ചിത്രം കാണിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ മൂവരും ചേർന്നുകൊണ്ട് ഒരുമിച്ചാണ്, മൂവർ സംഘം ഒന്നിച്ചാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് നിരന്തര അന്വേഷണം തുടരുന്നു. ഇവരെ എവിടേക്കാണ് പോയത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് CCTV ദൃശ്യങ്ങൾ പരതുന്നു. അങ്ങനെയാണ് വയനാട് ചുരമിറങ്ങി അവിടുത്തെ വനമേഖലയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും വ്യക്തമാകാതെ കിടക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വനമേഖലയിലേക്ക് പോകുന്നത്? എന്തിനാണ് അവിടെ ടെന്റ് അടിച്ച് താമസിച്ചിരിക്കുന്നത്? 15, 16, 17 വയസ്സുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് കാടിനുള്ളിൽ താമസിക്കാനും അങ്ങനെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി തോന്നാനുള്ള കാരണം എന്താണ്? ഒരാൾ ഒരുപക്ഷെ ഇവർ രണ്ടുപേരിൽ ഒരാളുടെ സുഹൃത്തായിരിക്കാം, കൂട്ടുപോയതായിരിക്കാം. മൂവർ സംഘം പോയിരിക്കുന്നത് 2 വണ്ടികളിലായിട്ടാണ്. ഇതിനിടയിൽ അന്വേഷണം ചെന്ന് അവിടെ കുട്ടികൾ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തുകയാണ്. അതായത് അവിടുത്തെ പ്രദേശവാസികൾ ഈ വയനാട് ചുരം ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് അസാധാരണമായ നിലയിൽ ഒരു കുട്ടിയെ കണ്ടതിനെ തുടർന്ന് ആളുകൾ, പരിസരവാസികളെല്ലാം ചേർന്നുകൊണ്ട് ആ കുട്ടിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനിടയിൽ അന്വേഷണ സംഘം എത്തുന്നു. എന്തായാലും ആ സമയത്ത് ഈ കുട്ടിയെ പിടികൂടുന്നു. ഇവരിൽ ഒരാളെ പിടികൂടുന്നു. ഈ ഒരാൾ പിടികൂടിയത് അറിഞ്ഞതുകൊണ്ട്
മറ്റു രണ്ടുപേരും ആ വാഹനത്തിൽ മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്തായാലും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയാണ്. സിനിമ സ്റ്റൈലിലാണ് ഈ പിടികൂടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അതും വെറും 15, 16, 17 വയസ്സുള്ളവർ. ഇപ്പോഴും വെളിവായിട്ടില്ല ഇവർക്ക് എന്താണ് സംഭവിച്ചത്, ഇവരെന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് മുതിർന്നത് എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയുള്ള കാര്യം പറയുന്നതിന് മുമ്പ് പോലും ഇതിനൊക്കെ ഇവരൊക്കെ പോകുന്നതും പിടിക്കുന്നതും ഇവർ എന്താണ് ചെയ്യുന്നത്, ഈ ഫോൺ ഉപയോഗിക്കുന്നതിലും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാതാപിതാക്കൾക്ക് തീരെ അറിവില്ലാതെ പോവുകയാണ്. ഇവർ എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടുള്ള പ്ലാനിങ് ആയിരിക്കാം ഒരുപക്ഷെ ഈ കാട്ടിലേക്ക് പോകണം എന്നുള്ളത്. അവിടെയും ഇവരെ വിളിച്ചു വരുത്തിയതാണോ മറ്റാരെങ്കിലും, ഇവർ മറ്റു ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് വന്നതാണോ എന്നുള്ളതൊക്കെ തെളിയേണ്ടതുണ്ട്. ഇവരെ ഇപ്പോ പിടിച്ചുകൊണ്ട് വന്നു, ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു എന്നുള്ളിടത്ത് തീരുന്നില്ല. നമുക്കറിയാം നമ്മുടെ പല തവണകളായിട്ട് വാർത്തകൾ വരാറുണ്ട്. കുട്ടികൾ നാട് വിട്ടു പോകുന്നു, പിന്നീട് അവരെ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തുന്നു, തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നു, മാതാപിതാക്കൾക്കൊപ്പം വിടുന്നു. ഇതിനൊക്കെ കാരണം എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പോകാനുള്ള കാരണം, അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാവുന്നില്ല. അതാണ് പറഞ്ഞത്, പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും രണ്ടടി ശരിക്ക് കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയും. പക്ഷെ അങ്ങനെയെങ്കിൽ എല്ലാ കുട്ടികൾക്കും അത് കൊടുക്കണ്ടേ? ചിലരിലാണോ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മക്കളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വെബ് സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇപ്പോ മലയാളത്തിന്റെ ചില റീൽസ് കണ്ടാൽ പോലും നമുക്ക് അതിശയിച്ചു പോകുന്ന തരത്തിലാണ് പല കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇറക്കുന്നത്. അവിഹിതവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പല സൈക്കോകളുടെ പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളെയൊക്കെ കൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലോകം ഇന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വളരെ തുച്ഛമാണ് കേട്ടോ. അതൊക്കെ വിരലിൽ എണ്ണിയെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ പറയാൻ എന്നും ആളുകൾക്ക് നാവ് കുറവായിരിക്കും. പക്ഷെ ഒരാളെ പറ്റി എന്തെങ്കിലും അപഖ്യാതി പറഞ്ഞു നടത്താനാണെങ്കിൽ 100 നാവ് ഒരാൾക്കുണ്ടാവും. അത്തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും വരുന്നത്. എന്തായാലും ഇവരെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടുകാർക്കൊപ്പം അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ കുട്ടികളെ എന്തുകൊണ്ട് ഈ കുട്ടികൾ നാട് വിട്ടു പോയി, അതും ഒരു കാട്ടിനുള്ളിൽ, വേറെ ഏതെങ്കിലും സ്ഥലം കാണാൻ പോയി എന്ന് പറയുമ്പോൾ പോലും നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇത് കാടിനുള്ളിൽ പോയി ടെന്റ് കെട്ടി താമസിച്ചു എന്ന് പറയുമ്പോൾ അതിലെ ദുരൂഹത ഇനിയും ചുരുളഴിയേണ്ടതുണ്ട്. അതെന്താണ് എന്നുള്ളത് ചുരുളഴിയുക തന്നെ വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.